ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു 5 മിനിറ്റ്സ് ടൈം എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ. ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് അതിനൊരു ഉത്തരം നിങ്ങളൊന്ന് പറയണേ. അതെ അല്ല എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ വളരെ പരിശ്രമിക്കുന്ന ഒരാളാണ്, പക്ഷെ സാമ്പത്തിക വളർച്ച കാണുന്നില്ല എന്നുള്ളത്. ഇത് നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവൂ, യെസ് ഓർ നോ എന്ന്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രചോദനകരമായ പ്രസംഗമൊന്നുമല്ല, ഒരു സത്യ ബോധനം മാത്രമാണ് എന്നുള്ള. കഠിനാധ്വാനം ഒരു വരുമാന തന്ത്രമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ പൊങ്കാലിടില്ലല്ലോ. ഓക്കെ, കഠിനാധ്വാനം തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ കഠിനാധ്വാനം മാത്രം വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു തന്ത്രമല്ല എന്ന് തിരിച്ചറിയണം. അപ്പോൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ സമയം കൂടുതലായി ചെലവഴിക്കും, ശരീരം ക്ഷീണിക്കും, ശേഷി കുറയും, തീരുമാനങ്ങൾ ദുർബലമാകും എന്നുള്ള സത്യം ഒന്ന് തിരിച്ചറിയാവും. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ കൂടുതൽ ഫലം ഉണ്ടാക്കുകയാണോ വേണ്ടത്? ഏതാ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇനി പറയുന്ന കാര്യവും നിങ്ങളുമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ എല്ലാവരും ഇന്റലിജന്റ് ആയിട്ടുള്ള, സ്മാർട്ട് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് ഒരു പാഷനായി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അബദ്ധത്തിൽ ബിസിനസ്സിൽ എത്തിപ്പെട്ടവരോട് അല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ബിസിനസ് ആണ് ജീവിതം ലക്ഷ്യമെന്ന് കരുതി മുന്നോട്ട് പോകുന്ന, തീരുമാനിച്ച് മുന്നോട്ട് പോയിട്ട് പക്ഷേ സ്റ്റക്കായി പോയവരോട് മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു അഭ്യർത്ഥനയുണ്ട്. ബിസിനസ് നല്ല സക്സസ് ആയ ആൾക്കാർ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സക്സസിനെ പറ്റി ഒരു ചെറിയൊരു കുറിപ്പ്, നിങ്ങളുടെ ബിസിനസ് എന്താണെന്നും കൂടി താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും രക്ഷപ്പെട്ടു പോകണമല്ലോ അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് കൊളാബറേഷനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പേഴ്സണലി DM ചെയ്യാം. നമുക്ക് ബിസിനസ് വളർച്ചയെ പറ്റി കൂടുതൽ വിശദമായി സംസാരിക്കാം, കൂടുതൽ കണക്ടിവിറ്റി വെക്കാം. ലോകത്തെ എല്ലാ ഭാഗത്തുമുള്ള ബിസിനസ്സുകാരുടെ കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. പരസ്പരം നിങ്ങളുടെ ബിസിനസ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തുക ഉള്ള സാഹചര്യം കൂടി നമുക്ക് ഇതിലൂടെ ചെയ്യാമെന്ന് പറയും. എന്റെ പേര് ദിനേശ് മുങ്ങത്ത്. ഞാൻ UAE എന്നുള്ള ഒരു എന്റർപ്രണർ ആണ്. 26 വർഷമായി UAE ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ബിസിനസ് മേല് മാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ബിസിനസ് മാസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ട് ബിസിനസിനെ പറ്റി സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ബിസിനസ്സിൽ ഒരിക്കലും പഠനം ഇല്ലല്ലോ, ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനൊരു മൈൻഡ് ട്രെയിനർ കൂടിയാണ്, മൈൻഡ് ആർക്കിടെക്ചർ കൂടിയാണ്, സൈക്കോളജിയാണ് എൻ്റെ സബ്ജക്ട്, ഏറ്റവും ഇഷ്ടമായ വിഷയം. അപ്പൊ ആൾക്കാരെ ബിസിനസ്സിലായാലും മറ്റൊരു എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നതിനെ പറ്റിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ജോബിലും അതുപോലെ തന്നെ HR പ്രൊഫഷണലിസം എടുത്തത് കൊണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ജസ്റ്റ് സബ്ജക്ട്. അപ്പോൾ കഠിനാധ്വാനം നമ്മളെ സമയം വിൽക്കുന്നവനാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ വിൽക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ സമയം, ഒന്ന് നമ്മുടെ ഊർജം, ഒന്ന് നമ്മുടെ ആരോഗ്യം. ഇത് 3 വിറ്റിട്ടാണ് നമ്മൾ കാശുണ്ടാക്കുന്നത്. അപ്പൊ സമയം തീർന്നാൽ വരുമാനം തീരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഊർജം കുറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം താനേ കുറയും, ആരോഗ്യം കുറഞ്ഞാൽ വരുമാനം താനേ കുറയും എന്നുള്ള സത്യം ഒന്ന് അറിയുക. അപ്പോ നിങ്ങൾ ജോലി നിർത്തിയാൽ വരുമാനം നിൽക്കുന്നോ ഇല്ലയോ എന്നതാണ് പ്രാധാന്യം. ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്തിനു വേണ്ടി, ആദ്യത്തെ ബിസിനസ് പുസ്തകത്തിൽ മാസ്റ്ററിംഗ് യുവർ ബിസിനസ് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്, വൈ യു ആർ ബിക്കം എ ബിസിനസ് മാൻ. നിങ്ങൾ എന്തിനാണ് ഒരു ബിസിനസ്സുകാരൻ ആയിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ആ ഒരു ഉത്തരം കിട്ടാത്തടത്തോളം കാലം നമ്മൾ ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദരിദ്രർ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷെ സമ്പന്നർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. ഇത് കഠിനമായ ഒരു സത്യമാണ്. തൊഴിലാളികൾ ശരീരം ഉപയോഗിച്ചുകൊണ്ട് സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനുള്ള പണം സൃഷ്ടിക്കുന്നു. മധ്യവർഗ മിഡിൽ ക്ലാസ് പീപ്പിൾ സമയം ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത് സൃഷ്ടിക്കുന്നു. പക്ഷെ സമ്പന്നർ എന്ന് പറയുന്ന ഒരു കൂട്ടം ചിന്തകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പണം സൃഷ്ടിക്കുന്നു. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക. 1, 2, 3 നിങ്ങൾ ഏതാണ് ഇതിനകത്ത്?
ഏതാണ് നിങ്ങൾ ഇതിനെത്തും, ഏതാവണമെന്നും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഇപ്പോൾ 1 ആണെങ്കിൽ നിങ്ങൾ 1ൽ നിന്ന് എങ്ങോട്ട് പോകണം, 2 ആണെങ്കിൽ 2ൽ നിന്ന് എങ്ങോട്ട് പോകണം, 3 ആണെങ്കിൽ 3ൽ തന്നെ, പിന്നെ 3ൽ നിന്ന് എങ്ങോട്ട് പോകണ്ട, 3ൽ തന്നെ നിൽക്കണം. അപ്പോ സമ്പന്നർ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത് എങ്ങനെ എന്റെ ഇല്ലായ്മയിൽ പ്രവർത്തിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം എനിക്ക് എങ്ങനെ അത് എനിക്ക് ഇരുന്നു കൊണ്ട് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നതിൽപ്പെട്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ബിസിനസ് നിങ്ങളില്ലാതെ പ്രവർത്തിക്കുമോ എന്ന സത്യം. ഇതാണ് ഏറ്റവും പ്രധാനമുള്ളത്. നമ്മളുടെ ബിസിനസ് നമ്മൾ ഉണ്ടപ്പോൾ മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ then you are a worker. നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് കഠിനാധ്വാനം നമ്മളെ സർവൈവൽ മൂഡിൽ പൂട്ടിയിരിക്കുമെന്നറിയുക. സർവൈവൽ മൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ പ്രശ്നം മാത്രം കാണുന്നവർ, ദീർഘകാല ചിന്ത ഇല്ലാത്തവർ, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് സമയമില്ല എന്ന് കരുതുന്നവർ, അവ എന്നും തിരക്കിലുമായിരിക്കുമെന്നുള്ള സത്യം അറിയുക. അപ്പൊ വളർച്ച ഉണ്ടാകുന്നത് ശാന്തമായ മനസ്സിൽ നിന്നാണ്, അല്ലാതെ ക്ലാന്തിയിൽ നിന്നല്ല എന്നുള്ള അവസ്ഥ അറിയുക. അപ്പൊ നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ചോദ്യം, നിങ്ങൾ ഇപ്പോൾ ജീവിക്കാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ വളരാൻ ശ്രമിക്കുകയാണോ എന്നുള്ളതാണ്. സർവൈവൽ മൂഡിലാണോ അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡിലാണോ എന്നതാണ് പ്രാധാന്യം. ഇവിടെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്തയുടെ സമയമാണ് കവർന്നെടുക്കുന്നത്. അതായത് കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള ചിന്തകളുടെ സമയമാണ് നമ്മൾ നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. കഠിനാധ്വാനം കൂടുതലായി കഴിഞ്ഞാൽ ആലോചിക്കാൻ സമയമുണ്ടാവില്ല, പഠിക്കാൻ സമയമുണ്ടാവില്ല, പദ്ധതികൾ തയ്യാറാക്കാൻ സമയമുണ്ടാവില്ല. അപ്പോൾ അതിനാൽ തന്നെ നമ്മുടെ ബിസിനസ് പഴയ നിലയിൽ തന്നെ നിൽക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അവസാനമായി നിശബ്ദമായി ഇരുന്ന് ബിസിനസിനെ പറ്റി ചിന്തിച്ചത് എപ്പോഴാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. പലരും, ഞാനൊരു സത്യം പറയാം, പലരും ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ബിസിനസ്സുകാർ, വലിയ ബിസിനസ്സുകാർ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ക്ലബിലൊക്കെ പോയിട്ട് ഒരു സൈഡിൽ അങ്ങ് ഒതുങ്ങിയിരിക്കുന്ന ചില ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ബിസിനസ്സുകാരെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഞാൻ ആലോചിച്ചത്, എന്തിനാണ് ഇവർ രാവിലെ തൊട്ട് വൈകിട്ടാവളും ഇങ്ങനെ ബിസിനസിനെ പറ്റിയൊക്കെ കറങ്ങിയടിച്ച് ഒരു കൃത്യമായ ഒരു പൊസിഷനിലൊന്നും ഇരിക്കാതെ വൈകുന്നേരം ഒരു സ്ഥലത്തിരുന്ന് സ്വസ്ഥമായി ക്ലബിൽ പോയിരുന്നിട്ട് എന്താ ഇവർ ചെയ്യുന്നത്? പക്ഷെ അവിടെയാണ് ദ പ്രൊഡക്ടിവിറ്റി ഹാപ്പനിങ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ തുടർച്ചയായ പരിശ്രമം ഫലം കാണാതെ വരികയാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കുറയും, സംശയം വർദ്ധിക്കും, എനിക്ക് ഇത്രയേ പറ്റുള്ളൂ എന്ന ചിന്ത വരും. അപ്പോൾ നമ്മൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുമാന പരിധി നമ്മൾ നിശ്ചയിക്കും. ഇതാണ് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞ ഇൻകം സീലിംഗ് എന്ന് പറയുന്ന വിഷയം. ഈ ഇൻകം സീലിംഗിനെ മറികടക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി കിടക്കുമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഉള്ളിൽ വിശ്വസിക്കുന്ന പരമാവധി വരുമാനം എത്രയാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങളുടെ ഇപ്പോൾ ആഗ്രഹിക്കുന്ന വരുമാനത്തിന്റെ കപ്പാസിറ്റി ഒന്ന് മനസ്സിലാക്കാനാണ്. നിങ്ങൾ എത്ര കോടി വരെയുള്ള മെന്റൽ കപ്പാസിറ്റിയിൽ കിടക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ താഴെ ഒന്ന് ജസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. കഠിനാധ്വാനമല്ല പ്രശ്നം, ദിശയാണ് പ്രശ്നം എന്നറിയുക. ശ്രമം നടത്തേണ്ടതില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ ചിന്തകളില്ലാത്ത പരിശ്രമം ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിയുക. വ്യക്തമായ ചിന്തയുടെയും ൂടെയുള്ള പരിശ്രമം സമ്പത്തിലേക്കാണ് നയിക്കുന്നത്. ഇവിടെ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്ക് പോകണം. നിങ്ങളുടെ പരിശ്രമത്തിന് വ്യക്തമായ ഒരു ദിശയുണ്ടെങ്കിൽ യു ആർ ദ റൈറ്റ് വേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ടുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഇതിനാവശ്യമുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്തപ്പോഴുക. അഡ്മിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വിഷയങ്ങളൊന്ന് സംസാരിക്കാം, നമുക്കൊരു 1-to-1 ഇരിക്കാം, എന്നിട്ട് സംസാരിക്കാം. നിങ്ങളുടെ എങ്ങനെയാണ് സ്കെയിലപ്പ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിഗണിക്കാം. പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. കഠിനാധ്വാനം നിങ്ങളെ ജീവനോട് നിലനിർത്തും, പക്ഷേ സമ്പന്നനാക്കില്ല. മനോഭാവമാണ് നിങ്ങളെ സമ്പന്നനാക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഇത്തരം ആഴത്തിലുള്ള ബിസിനസ് ചിന്തകളും മറ്റു കാര്യങ്ങളും മലയാളത്തിൽ നമുക്ക് തുടർച്ചയായി വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ബെൽ ബൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോ ഗൗരവമുള്ള ബിസിനസ് ആളുകൾക്ക് മാത്രമായിട്ടുള്ളതാണ്, അതുകൊണ്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ കമന്റുകൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും നന്ദി. നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു.